ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് കുറച്ച് താമസിച്ചാണ് എഴുന്നേറ്റത്. കാശിക്ക് ക്ലാസ് ഇല്ല. അവരുടെ സ്കൂളിൽ സ്പോർട്സ് എന്തോ നടക്കുന്നതുകൊണ്ട് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തൊട്ട് 5 സ്റ്റാൻഡേർഡ് വരെയുള്ള കുട്ടികൾക്ക് ലീവാണെന്ന് പറഞ്ഞ് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ലേറ്റായി എഴുന്നേറ്റതും. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ കൂടെ തന്നെ ശ്രീമോനും ഉണർന്ന് വന്നിട്ടുണ്ടായിരുന്നു. ഏട്ടൻ എന്നെക്കാട്ടി മുന്നേ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. കൊച്ചതിൻ്റെ ഫോൺ കോൾ കേട്ടാണ് ഞാൻ എഴുന്നേറ്റത്. ഇന്നൊരു 10 മണി വരെയെങ്കിലും കിടന്ന് ഉറങ്ങണമെന്ന് ഞാൻ ഓർത്തയായിരുന്നു. പക്ഷേ കൊച്ചതൻ 7 മണിക്ക് വിളിച്ചപ്പോഴത്തേക്ക് ഞാനങ്ങ് എഴുന്നേറ്റു. അത് കഴിഞ്ഞ് പിന്നെ ആദ്യം തന്നെ അടുക്കളയിലോട്ട് കയറി ഒരു പാട്ടൊക്കെ ഇട്ടിട്ട് അങ്ങ് തുടങ്ങാമെന്ന് കരുതി. അപ്പോൾ ശ്രീമോനാണെങ്കിൽ ഉണർന്നതുകൊണ്ട് തന്നെ ഭയങ്കര മൂശാട്ടയാണ്, എൻ്റെ കയ്യിൽ നിന്ന് മാറുന്നില്ല. അങ്ങനെ ഏട്ടൻ്റെ കൈ കൊടുത്തിട്ടും അവിടെ നിൽക്കത്തില്ല. കരച്ചിൽ, അമ്മേ അമ്മയെന്നും പറയാൻ കരച്ചില്ല. ഇപ്പം പപ്പയാണെങ്കിൽ വിളിക്കുന്നതും അമ്മയെന്നാണ്. അതുകൊണ്ട് അങ്ങോട്ട് പോവാം, അടുക്കളയിലോട്ട് പോകുന്നതുകൊണ്ട് കൈ കെട്ടി കാണിക്കുവാണ്. അങ്ങനെ പിന്നെ ഞാൻ അവനെ എടുത്തുകൊണ്ട് വന്ന് ചായ അങ്ങ് ഇടാമെന്ന് കരുതി. ചായ വെച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഇപ്പം അവനെ കൊടുത്തിട്ട് ഞാനിതെല്ലാം ചെയ്യാമെന്ന് കരുതിയായിരുന്നു. അപ്പോൾ ഇവൻ കയ്യിലിരിക്കുന്നതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഞാനിന്നങ്ങ് കോഫി ആക്കി. പലതും ഇടാനൊന്നും വയ്യായിരുന്നു. അവൻ കയ്യിലിരിക്കുന്നതുകൊണ്ട് മാറിയും തിരിഞ്ഞുമൊക്കെ എടുക്കണ്ടായോ. അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. അവന് ഉറക്കവും വരുന്നുണ്ട്. പക്ഷേ കുഞ്ഞാണെങ്കിൽ ഉറങ്ങുന്നതും ഇല്ല, കളിക്കുന്നതും ഇല്ല, ഒന്നുമില്ല. അത് നേരത്തെ ഉണർന്നതിൻ്റെ ആയിരിക്കാം ഒരു മൂശാട്ട. അങ്ങനെ പിന്നെ ഞാൻ ബ്രൂ അങ്ങ് ആക്കി എല്ലാവർക്കും. അങ്ങനെ ചായയൊക്കെ ഇട്ടുകൊണ്ടിരിക്കുവാണ് കേട്ടോ. അപ്പം ഇങ്ങനെ പ്ലാനിങ് ഉണ്ട് എന്തോ ഉണ്ടാക്കണം. അപ്പം ഇടിയപ്പത്തിൻ്റെ പൊടി ഇരിക്കുന്നതുകൊണ്ട് അങ്ങനെയെങ്കിൽ ഇടിയപ്പം ഉണ്ടാക്കാമെന്ന് കരുതി. ഞാൻ കുഴക്കട്ട ഉണ്ടാക്കാൻ വേണ്ടി വാങ്ങിച്ചു വെച്ച അരിപ്പൊടിയാണ് കേട്ടോ. അതിന് ഇടിയപ്പവും നമുക്ക് അപ്പവും അരിപ്പത്തിരിയൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അപ്പം ഞാനാണെങ്കിൽ ഇന്ന് ഇടിയപ്പവും കിഴങ്ങറിയും ഉണ്ടാക്കാമെന്ന് ഓർത്തു. അത് കഴിഞ്ഞിട്ട് കുഴക്കട്ട ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. കാശിക്ക് പോകണ്ടാത്തതുകൊണ്ട് ഇനി ഇങ്ങനെ ഇരിക്കുമ്പോൾ അമ്മയെ വിശക്കുന്നു എന്ന് പറയും. ശ്രീമോൻ ഉറങ്ങിയില്ലെന്നുണ്ടെങ്കിൽ എനിക്ക് ഒന്നും ഉണ്ടാക്കി കൊടുക്കാനും പറ്റത്തില്ല. അപ്പം രാവിലെ ഏട്ടൻ പോകുന്നതിന് മുമ്പ് ഇതെല്ലാം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അവന് വിശക്കുമ്പോൾ അവൻ തന്നെ എടുത്ത് കഴിക്കുകയും ചെയ്തോളും. അങ്ങനെ പിന്നെ ഞാൻ ആ ഏട്ടനുള്ളതാണ് ആദ്യമേ അങ്ങ് തണുപ്പിച്ചങ്ങ് കൊടുക്കുന്നത്. ഒരുപാട് തണുപ്പിച്ചില്ല എങ്കിലും കുടിക്കാൻ പറ്റുന്ന പരുവത്തിൽ ഏട്ടനുള്ള കോഫി അങ്ങ് എടുത്തുകൊണ്ട് കൊടുക്കുവാണേ. മറ്റേതിൽ മധുരം കൂടുതലാണ്. അപ്പോൾ ആദ്യം ഒരുപാട് ആറ്റാതെ ആദ്യത്തെ ഒരു കപ്പ് അങ്ങ് എടുത്ത് ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കൊണ്ട് ഏട്ടന് കോഫി കൊടുത്തിട്ട് ഞാൻ അടുക്കളയിലോട്ട് ഇങ്ങോട്ട് വന്നു. ശ്രീമോനെ കൊടുക്കാൻ നോക്കി, പക്ഷേ നടന്നില്ല കേട്ടോ. കുഞ്ഞ് കയ്യിലിരുന്ന് ഉറങ്ങുന്നെന്നുള്ള കാര്യവും ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. കണ്ണടഞ്ഞടഞ്ഞ് പോകുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എനിക്കുള്ള കോഫി എടുക്കുവാണ്. എനിക്കും ഇപ്പം കോഫി ഇല്ലാതെ പറ്റത്തില്ലെന്നായി. നേരത്തെ കോഫി ചിലപ്പോൾ ഇട്ടാൽ കുടിക്കും എന്നുള്ളതൊക്കെ ഉള്ളായിരുന്നു. ഇപ്പം ആണെന്നുണ്ടെങ്കിൽ എത്ര കോഫി കിട്ടിയാലും ഞാൻ കുടിക്കും. ഞങ്ങൾക്ക് 2 പേർക്കുള്ള കോഫിയാണ് അത്രയും. കാശിക്കാണെങ്കിൽ 1 ഗ്ലാസ് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഫുഡ് കഴിക്കുമ്പോഴും ഒരു കോഫി കുടിക്കും. ബാക്കിയുണ്ടെങ്കിൽ പിന്നെ എപ്പോഴേലും ചൂടാക്കിയാലും ഉച്ചയ്ക്കൊക്കെ ഞാൻ കോഫി കുടിക്കും കേട്ടോ. ഇപ്പം ഈ പനി വന്നതിന് ശേഷമാണ് ഇത്രയും ഒരു എന്ന് വെച്ചാൽ തൊണ്ടയ്ക്ക് ഒരു ആശ്വാസത്തിന് വേണ്ടിയിട്ട് കോഫി ഇട്ടിട്ട് ഞാനങ്ങ് കുടിക്കുമായിരുന്നു. അങ്ങനെ പിന്നെ അത്രയും കോഫി എടുത്ത് എനിക്കുള്ള കോഫി ഒഴിച്ച് വെച്ചിട്ട് ഞാനാണെങ്കിൽ വെള്ളം ചൂടാക്കാൻ വെക്കുവാണ്. ഇടിയപ്പത്തിനുള്ള വെള്ളമാണ്, ഇടിയപ്പത്തിൻ്റെ മാവ് കുഴയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഇതുവരെ ചൂടുവെള്ളത്തിൽ ഇടിയപ്പം ഉണ്ടാക്കിയിട്ടില്ല. പച്ചവെള്ളത്തിൽ കുഴച്ചുണ്ടാക്കുന്നത് പൊടി കിട്ടുമല്ലോ, അങ്ങനെ വാങ്ങിച്ചാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് കുഴക്കട്ട ഉണ്ടാക്കാനായിട്ട് വാങ്ങിച്ചതുമാണ്. പിന്നെയാണ് ഞാനത് വായിച്ചൊക്കെ നോക്കിയപ്പോൾ ഇതെല്ലാം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ പിന്നെ അതങ്ങ് ഉണ്ടാക്കാമെന്ന് കരുതിയിരുന്നു. അങ്ങനെ കുറച്ച് സമയം ഏട്ടനോട് പോയി കാര്യമൊക്കെ പറഞ്ഞിരിക്കുക. ശ്രീമോനെ ഒന്ന് എടുക്കാനൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇങ്ങനെ ലീവുള്ള ദിവസമല്ല ഇങ്ങനെയൊക്കെ ഇരിക്കാൻ പറ്റത്തുള്ളൂ. കാശിക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഭയങ്കര ധൃതിയായിരിക്കും. കോഫിയൊക്കെ ജോലിയുടെ ഇടയ്ക്കൂടൊക്കെ ഒന്ന് കുടിക്കത്തതേ ഉള്ളൂ കേട്ടോ. കുറച്ച് സമയം ശ്രീമോൻ ഇങ്ങനെ മുഷാട്ടയായിട്ട് തന്നെ ഇരുന്നു. എൻ്റെ കയ്യിൽ നിന്ന് മാറുന്നതേ ഇല്ലായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഏട്ടൻ വിളിച്ചപ്പോൾ അങ്ങ് പോയി. അങ്ങനെ ഏട്ടൻ്റെ കോഫി കുടിക്കുവാണേ ശ്രീമോനായിട്ട് നമ്മൾ തണുപ്പിച്ചെടുത്ത് കൊടുത്താൽ ശ്രീമോൻ കുടിക്കത്തില്ല. നമ്മൾ ആരെങ്കിലും കുടിക്കുകയെന്നുണ്ടെങ്കിൽ അന്നേരം അവനത് വേണം. അങ്ങനെ അവൻ ഏട്ടൻ്റെ അടുത്ത് ചായയും കുടിച്ച് ലയിച്ചിരിക്കുമല്ലേ എന്ന് കരുതി ഞാൻ ഐസായിട്ട് അവിടെ നിന്ന് ഒഴിഞ്ഞു മാറിയതാണ്. അപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് കാശി എഴുന്നേറ്റ് വന്നു. കാശി വന്ന് എന്നെ കെട്ടിപ്പിടിക്കുന്ന കണ്ടപ്പോഴത്തേക്ക് കുശുമ്പൻ ഏട്ടൻ്റെ മടിയിൽ നിന്ന് ഇറങ്ങി ഓടി വന്നതാണ്. അവനെ കെട്ടിപ്പിടിക്കുന്ന കണ്ടേന് അവൻ ഓടി എൻ്റെ പുറകെ വന്നത്. അങ്ങനെ പിന്നെ ഞാൻ വന്ന് കോഫി അവിടെ വെച്ച് എൻ്റെ കോഫി മൊത്തം ഞാൻ കുടിച്ച് തീർത്തിട്ടില്ല കേട്ടോ. ശ്രീമോൻ ഇരിക്കുന്ന കണ്ടോട് ഞാൻ അവിടെ നിന്ന് മുങ്ങിയതായിരുന്നു. അപ്പോഴത്തേക്ക് കാശി എഴുന്നേറ്റ് വന്ന് പല്ലും തേച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു കോഫി കുടിക്കുന്നെന്ന് പറഞ്ഞ് കുഞ്ഞിന് കോഫി എടുത്താൽ കൊടുത്തു. അവൻ്റെ തണുത്തിട്ടുണ്ടായിരുന്നു, ചെറിയ ചൂടേ ഉള്ളൂ. അപ്പോൾ എന്നോട് ക്യാപ്പിച്ചിനോ ആണോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് കുടിച്ചത് കേട്ടോ. അപ്പോൾ തലേ ദിവസം ഞാനാണെങ്കിൽ ക്യാപ്പിച്ചിനോ ഉണ്ടാക്കുന്ന പോലെയൊക്കെ ഉണ്ടാക്കി കൊടുത്തായിരുന്നു, നല്ലതായിട്ട് പതപ്പിച്ചൊക്കെ. അപ്പം അവനത് ഇഷ്ടപ്പെട്ടായിരുന്നു. അതിപ്പം ഇന്ന് രാവിലെ കൊടുത്തപ്പോഴും ചോദിക്കും അതാണോ. ഞാൻ പറഞ്ഞു അതാണെന്ന് വിചാരിച്ചൊക്കെ കുടിച്ചോളാനൊക്കെ പറഞ്ഞ് കൊടുത്തു വിട്ടു. അത് കഴിഞ്ഞ് ഞാൻ ഇടിയപ്പത്തിൻ്റെ പുറകെ പോവുകയാണ് കേട്ടോ. അപ്പുറത്തുനിന്ന് പാത്രം എടുത്തുകൊണ്ട് വെച്ചിട്ട് ഉപ്പൊക്കെ ഇട്ടുകൊണ്ട് വന്നേ. എന്നിട്ടും എനിക്ക് ആ പാത്രത്തിന് അത്ര ഒരു ഇത് തോന്നിയില്ല. അങ്ങനെ ഒന്നുകൊണ്ടൊന്ന് കഴുകി കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ ഇടിയപ്പത്തിനുള്ള മാവ് എടുക്കുവാണ്. നമ്മൾ കുഴക്കട്ടയ്ക്കും കൂടെ ആണ് കേട്ടോ. അതുകൊണ്ടാണ് ഇച്ചിരി കൂടുതൽ ഞാൻ എടുക്കുന്നത്. അപ്പോൾ കാശി വന്ന് എന്നോട് പറഞ്ഞാണ് മീനു വിളിക്കുന്നതെന്ന്. മീനു അവിടെ എന്തോ ചോദിച്ചു. അവൻ എന്നോട് ടാങ്ക് ഉണ്ടോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ എന്നോട് പറഞ്ഞു അങ്ങോട്ടൊന്നും ചെല്ലമ്മേ, വേറെ എന്തോ ചോദിക്കുന്നതെന്ന് പറയും. അങ്ങനെ ഞാൻ ചെന്നപ്പോൾ അവൾ ചോദിച്ചത് ഗ്രാമ്പു ഉണ്ടോ എന്നാണ് കേട്ടോ. പല്ലുവേദനയാണ്. അപ്പം ഗ്രാമ്പു ഉണ്ടെങ്കിൽ അത് കടിച്ചു പിടിച്ചുകൊണ്ടങ്ങണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്.
അങ്ങനെ ഞാൻ ചെന്ന് സിറ്റൗട്ട് ചെന്നതുകൊണ്ട് ഞാൻ ചോദിച്ചപ്പോൾ അവൾ ഗ്രാമ്പുവാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നോക്കട്ടെടി ഉണ്ടോ നോക്കട്ടെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ വന്നതാണ്. വന്നപ്പോൾ അതെങ്കിൽ മസാലക്കൂട്ടിൻ്റെ അകത്തിൽ പൊടിക്കാത്ത മസാലക്കൂട്ട് ഇരിപ്പുണ്ടായിരുന്നു. അതിൽ നിന്ന് ഞാൻ 3-4 ഗ്രാമ്പു പറക്കി എടുക്കുവാണ് കേട്ടോ. അല്ലാതെ ഞാനെല്ലാം സെപ്പറേറ്റ് ആക്കിയൊന്നും വെക്കത്തില്ല. നമ്മളിത് ഗരം മസാലയ്ക്ക് പൊടിക്കാൻ വേണ്ടിയിട്ട് മൊത്തത്തിൽ വാങ്ങിക്കുന്നതാണ്. അപ്പോൾ അമ്മച്ചി ഇവിടെ ഉള്ളപ്പോഴേ അമ്മച്ചി എടുത്ത് മാറ്റി വെച്ചതൊന്നും അഴുക്കാവത്തില്ല, നല്ല സാധനമായിരുന്നു. നമ്മൾ ഒരു എക്സിബിഷന് പോയപ്പോൾ ഞാൻ എല്ലാത്തിൽ നിന്നും കുറേശ്ശെ എടുത്ത് വാങ്ങിച്ചായിരുന്നു കേട്ടോ. അങ്ങനെ ഗ്രാമ്പൂ കിട്ടി. അങ്ങനെ ഞാൻ അത് എടുത്തുകൊണ്ട് അവൾക്ക് കൊണ്ട് കൊടുക്കാൻ പോവാണ് രാവിലെ തന്നെ. അപ്പം ഈ ഗ്രാമ്പു ചോദിച്ചപ്പോഴേ എനിക്ക് മനസ്സിലായി പല്ലുവേദന ആയിരിക്കും. ഇന്നാളൊരു ദിവസം ഇതുപോലെ ഗ്രാമ്പു കൊണ്ടോ നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ അവൾക്ക് ഗ്രാമ്പു ഒക്കെ കൊടുത്തു. രേണു ചേച്ചി അവിടെ പോകാനായിട്ട് ഇറങ്ങി വെളിയിൽ നിൽപ്പുണ്ടായിരുന്നു. ഞാൻ ഗേറ്റ് അടച്ചതിന് ശേഷമാണ് ചേച്ചിയെ കണ്ടത്. ആദ്യം കണ്ടതും ഇല്ലായിരുന്നു. ഞാനിവിടെ ധൃതി ആയതുകൊണ്ട് ഞാൻ വേഗം ഇങ്ങ് പോന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഏട്ടനാണെങ്കിൽ ശ്രീമോനെ പിടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരുന്ന കണ്ടുടനെ തന്നെ എൻ്റെ പുറകെ വന്നിട്ടുണ്ട് കേട്ടോ. താഴെ നിൽപ്പുണ്ട്, നമുക്ക് കാണാൻ പറ്റത്തില്ല. അപ്പോഴത്തേക്ക് പിന്നെ വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു. വെള്ളത്തിൽ ഞാൻ കുറച്ച് ഉപ്പുമൊക്കെ ഇട്ട് ഞാൻ അതിനെ അങ്ങ് കുഴച്ച് മാറ്റാൻ തുടങ്ങുവാണേ. ആദ്യമായിട്ട് ആ കൈ പൊള്ളുമോയെന്നൊരു സംശയമുണ്ട്. അതുകൊണ്ട് ഞാനത് സ്പൂണൊക്കെ എടുത്ത് വെച്ചിട്ട് കുഴയ്ക്കാമെന്ന് കരുതി. ലേഹമ്മയാണെങ്കിൽ തവിക്കണയൊക്കെ വെച്ച് ചെയ്യുന്നതാണ്. തവിക്കണയെന്ന് മനസ്സിലായി, നമ്മുടെ ചിരട്ട കൊണ്ടുള്ള തവിയുണ്ടല്ലോ, അതിൻ്റെ പിടിക്കുന്ന ഭാഗം വെച്ച് അമ്മ ഇങ്ങനെ കുഴയ്ക്കുമായിരുന്നു. എനിക്കിപ്പോൾ അങ്ങനത്തെ ഒന്നുമില്ല. ഞാൻ പിന്നെ എൻ്റെ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനാണെങ്കിൽ നമ്മുടെ സ്പൂണും കൊണ്ടാണ് കുഴച്ചത്. ആദ്യം ഇച്ചിരി പാടായിരുന്നു, പണി പാടുമോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു കേട്ടോ. ഇത് വെച്ച് കുഴയ്ക്കുമ്പോൾ ഇനി വെള്ളം കൂടിപ്പോയാലും കുഴപ്പമാണ്, കുറഞ്ഞു പോയാലും കുഴപ്പമാണ്. എന്തുവായാലും കുഴപ്പമില്ലാതെ നല്ലതായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ നമ്മുടെ ഇടിയപ്പത്തിൻ്റെ അച്ചിനകത്തിൽ ഇടാൻ പറ്റുന്ന പരുവത്തിൽ ഞാൻ നീളത്തിൽ ഉരുട്ടി വെക്കുവാണ്. അതാകുമ്പോൾ ഓരോന്നും എടുത്തിട്ടിട്ട് അങ്ങ് പിരിച്ചെടുത്താൽ മതിയല്ലോ. അപ്പം ഞാനത് പിരിക്കുന്നതൊക്കെ വീഡിയോ എങ്ങനെയോ ഇത് ആയിപ്പോയി കേട്ടോ. എനിക്ക് തോന്നുന്നു വീഡിയോ ഞാൻ ഓണാക്കിയില്ലായിരുന്നു തോന്നുന്നു ചെയ്ത സമയത്ത്. അങ്ങനെ ഞാൻ ബാക്കിയുള്ളത് കുഴക്കട്ടയ്ക്കാണ്. അപ്പോൾ അത് അങ്ങനെ തന്നെ വെച്ചിട്ട് ബാക്കിയുള്ള ഭാഗങ്ങൾ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ കിഴങ്ങറിക്കുള്ള സാധനങ്ങൾ, കിഴങ്ങറി അല്ല വെജിറ്റബിൾ കറിയാണ്, ക്യാരറ്റും കിഴങ്ങും ഒക്കെ ഇട്ടൊരു കറി അങ്ങ് ആക്കാമെന്ന് കരുതി. കാശിക്കും അതൊക്കെ ഇഷ്ടമാണ്, എരിയില്ലാത്ത കറിയാകുമ്പോൾ അവനത് ഇഷ്ടം. തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചുണ്ടാക്കാമെന്നുള്ള ഒരു കണക്കൂട്ടിൽ അതെല്ലാം പറക്കി എടുക്കുവാണ് കേട്ടോ. അപ്പോൾ ദോശമാവ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ദോശ ഇടാമെന്ന് കരുതി. അപ്പോൾ ഓർത്ത് ഇതാണെങ്കിൽ എല്ലാവർക്കും കഴിക്കാമല്ലോ, അല്ലെന്നുണ്ടെങ്കിൽ ഓരോരുത്തർക്കും ഓരോന്നുണ്ടാക്കണം. ഇടിയപ്പം ആകുമ്പോൾ ഞാനും കഴിക്കും, ദോശയാണെങ്കിൽ ഞാൻ കഴിക്കത്തില്ലല്ലോ, അത് ഓർത്തിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാത്തിനും തൊലിയെല്ലാം കളഞ്ഞ് ഞാനതെല്ലാം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഈ പാട്ടൊക്കെ ഇട്ടുകൊണ്ട് ജോലി ചെയ്യുമ്പോൾ ഇച്ചിരി സമാധാനം ഉണ്ട് കേട്ടോ. നമുക്ക് പാട്ടൊക്കെ ആസ്വദിച്ച് ചില ഇടയ്ക്കിടയ്ക്ക് ഞാൻ അതിലോട്ടൊക്കെ ഒന്ന് നോക്കും, പാട്ടൊക്കെ ഒന്ന് കാണാനൊക്കെ ഉണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ ആരെങ്കിലും എൻ്റെ കൂടെ വന്ന് കാര്യം പറഞ്ഞുകൊണ്ട് നിൽക്കണം, അങ്ങനെ ആണെങ്കിൽ കുഴപ്പമില്ല. അല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര മുഷിച്ചില്ല നമ്മളിങ്ങനെ തന്നെ നിന്നിങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കേ. അതുകൊണ്ട് ഞാൻ പാട്ടിട്ടേക്കുന്നതാണ്. ഇപ്പോൾ സ്ഥിരമായിട്ടുണ്ട് ഇത്. അപ്പോൾ കാശിക്ക് സ്കൂളിൽ പോകേണ്ട ദിവസങ്ങളിലൊന്നും അങ്ങനെ അധികം ഞാൻ പാട്ടും കേട്ടോണ്ട് നിൽക്കത്തില്ല. പാട്ട് കേൾക്കുമ്പോൾ ഇച്ചിരി എനിക്ക് താമസമാണ്. അല്ലാത്തപ്പോൾ ഞാൻ സ്പീഡ് കാര്യങ്ങൾ ചെയ്ത് ഒതുക്കും, അവന് പോകണമല്ലോ എന്നുള്ളൊരിതിൽ. ഇന്ന് പോകണ്ടാത്തതുകൊണ്ടാണ് പാട്ടൊക്കെ ഇട്ട് ഞാൻ ഇങ്ങനെ തുള്ളി നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ശ്രീമോൻ ഇഷ്ടമുള്ള പാട്ടൊക്കെ കേൾക്കുമ്പോൾ ശ്രീമോൻ വന്ന് നിന്ന് 2 ഡാൻസൊക്കെ കളിക്കും. എന്നിട്ട് പാട്ട് കേൾക്കുമ്പോൾ ഓടി വരികയും ചെയ്യും. എന്നിട്ട് പിന്നെ എടുക്കണമെന്നുള്ള ധൃതിയാവും. അപ്പോൾ ഒരു പാട്ട് വന്നപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അങ്ങനെ ഞാൻ പാട്ട് മാറ്റിയതാണ് കേട്ടോ. ഇതൊക്കെ പഴയ പാട്ടാണ്, പഴയ സിനിമയിലെയൊക്കെ പാട്ടാണ്. ഒരുപാട് പഴയതല്ല എങ്കിലും പഴയ സിനിമയിലെ പാട്ടൊക്കെ അതെനിക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് അതൊക്കെ ഇട്ടിങ്ങനെ കേട്ട് സാധനങ്ങളൊക്കെ അരിഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവാണ്. വെജിറ്റബിൾ കറിക്ക് വേണ്ടി നമ്മൾ കിഴങ്ങും സവാളയും ക്യാരറ്റും പച്ചമുളകുമാണ് അരിഞ്ഞെടുത്തത്. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉള്ളത് കൊണ്ട് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നും അങ്ങനെ എടുത്തില്ല, പേസ്റ്റ് അങ്ങ് ഇടാമെന്ന് കരുതി. അങ്ങനെ പിന്നെ പച്ചമുളകും എല്ലാം അരിഞ്ഞു വെച്ചു. അങ്ങനെ നമ്മൾ നേരെ ഇപ്പുറത്തെ അടുക്കളയിലോട്ട് വന്നു. ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടല്ലേ അടുക്കളയിൽ, എന്നും മാറ്റങ്ങളാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഞാൻ തിരിച്ചും മറിച്ചും എല്ലാം വെക്കും. ഇനിയിപ്പോൾ പെയിൻ്റ് അടി തുടങ്ങുമ്പോഴത്തേക്ക് ഇതൊക്കെ എവിടെ കൊണ്ട് വെക്കുമെന്ന് എനിക്കറിയാൻ വയ്യ. പിന്നെ അവർ സാധനങ്ങളെല്ലാം മാറ്റി തരുമായിരിക്കാം. അപ്പോഴത്തേക്ക് പിന്നെ ശ്രീമോനിങ് വന്നിട്ടുണ്ടായിരുന്നു. ഏട്ടൻ്റെ കൂടെ വെളിയിൽ നിൽക്കുമായിരുന്നു. ഏട്ടൻ തേങ്ങ പൊതിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ അവനെയും കൂടെ വെളിയിൽ കൊണ്ടുപോയി, അതാണ് ചെരുപ്പൊക്കെ ഇട്ട് നിൽക്കുന്നത്. എന്നിട്ട് എന്നെ കണ്ട ഉടനെ കരഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ ക്യാരറ്റ് കണ്ടേനാണ് അത് വേണമെന്ന് പറഞ്ഞത്. ചെറിയ പീസ് ആയതുകൊണ്ട് പുള്ളി വാങ്ങിച്ചതുമില്ല കേട്ടോ കയ്യിലോട്ട്. അങ്ങനെ പിന്നെ ഞാനാണെങ്കിൽ കുക്കറിലാണ് വെക്കുന്നത്. അതാകുമ്പോൾ എനിക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാമല്ലോ. മറ്റേ പാത്രത്തിലൊക്കെ ആകുമ്പോൾ അത് കരിഞ്ഞു പോകുമോ അടിക്കി പിടിക്കുമോ എന്നൊക്കെ ഉള്ളൊരു സംശയം ഉള്ളതുകൊണ്ട് ഞാനാണെങ്കിൽ കുക്കറിലങ്ങാക്കി വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് ഇട്ടു. അതിനുശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം ഇട്ട് ഒന്ന് ഇച്ചിരി ഉപ്പൂടിട്ട് അങ്ങ് വരട്ടിയിട്ട് ഞാൻ അങ്ങ് അടച്ച് വെക്കും. ഒരു 2 ബിസിൽ എന്നുവെച്ചാൽ തീ കുറച്ച് വെച്ചിട്ട് 2 ബിസിലടിക്കുന്ന വരെ ഞാൻ വെയിറ്റ് ചെയ്യുവേ. അത്രയും സമയം കൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യണമല്ലോ. അപ്പോൾ അതൊക്കെ ചെയ്ത് പിന്നെ നമുക്ക് തേങ്ങ തിരുമണം, കറിക്കും വേണം തേങ്ങ, നമുക്ക് ഇടിയപ്പത്തിനും വേണം, എനിക്ക് കുഴക്കട്ടയ്ക്കും വേണം. ഒരു തേങ്ങ പൊതിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും കാര്യത്തിനുള്ളതേ ഉള്ളൂ കേട്ടോ. അല്ലാത്ത ദിവസങ്ങളിൽ എന്തെങ്കിലും തോരന് മാത്രമേ ഉള്ളെന്നുണ്ടെങ്കിൽ ബാക്കി തേങ്ങ ഇരുന്ന് അഴുക്കായി പോവുകയും ചെയ്യും.
ഉടനെ ഒന്നും തേങ്ങ ഞാൻ എടുക്കത്തില്ല. അതുകൊണ്ട് അപ്പം ഞാൻ തേങ്ങ പൊതിക്കുന്ന കണ്ടപ്പോഴേ ശ്രീമോൻ ഇങ്ങനെ നോക്കി എന്തുവാ കാണിക്കുന്നതെന്നുള്ളത് കേട്ടോ. അങ്ങനെ തിരുമായിരുന്നപ്പോഴത്തേക്ക് പിന്നെയും ചിണുങ്ങാൻ തുടങ്ങി. അങ്ങനെ ഞാൻ പിന്നെ അവനെ മടിയിലെടുത്ത് വെച്ചുകൊണ്ട് വേഗം അങ്ങ് തിരുമുവാണ് കേട്ടോ. അപ്പോൾ തേങ്ങ എടുത്ത് കൊടുത്തുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞു. ഞാനൊക്കെ എന്ന് വെച്ചാൽ കൊച്ചിലെ തേങ്ങ അമ്മ തിരുമുമ്പോഴേ എടുത്ത് വായിലിടുമായിരുന്നു. ഇപ്പോഴത്തെ പിള്ളേർക്ക് തേങ്ങ കൊടുത്താൽ പോലും വേണ്ട. അങ്ങനെ പിന്നെ ഞാൻ ഒരു മുറി തേങ്ങ മാത്രം തിരുമ്മി കേട്ടോ, നമുക്ക് തൽക്കാലം ആവശ്യത്തിനേക്കുള്ളത്. എന്നിട്ട് അത് കഴിഞ്ഞപ്പോൾ ശ്രീമോനിച്ചിട്ട് പാലൊക്കെ കൊടുത്തൊന്ന് സമാധാനപ്പെടുത്തി ഇരുത്താമെന്ന് കരുതി. കുഞ്ഞിനെ കുളിപ്പിച്ചതുമില്ല. സാധാരണ കാശി പോകുന്ന സമയം ആകുമ്പോഴത്തേക്ക് ശ്രീമോനെ ഞാൻ കുളിപ്പിക്കാറുണ്ട്. അതുകൊണ്ട് അവൻ അത്ര ഒരു ഇത് വരത്തില്ല. പിന്നെ കുഞ്ഞങ്ങ് ഉറങ്ങും കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ അവൻ ഉറങ്ങാത്തത് കൊണ്ട് പിന്നെ ഇങ്ങോട്ട് വന്നു. അപ്പം പിന്നെ ഇടിയപ്പം പീച്ചുന്നൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ക്യാമറ ഓൺ ആക്കാതെ കണ്ടാണ് ഞാൻ വീഡിയോ എടുത്തതെന്ന് തോന്നും. പിന്നെ ഞാൻ തലകുത്തി നിന്ന് നോക്കിയിട്ടും ആ വീഡിയോ കണ്ടില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ഓൺ ആയിട്ടില്ലായിരുന്നു. ഈ അബദ്ധം പലപ്പോഴും എനിക്ക് പറ്റുന്നതാണ് കേട്ടോ. മെനക്കെട്ടിരുന്ന് എല്ലാം അങ്ങ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഞാൻ എഡിറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്, ആ വീഡിയോ കാണത്തില്ല. അന്നേരം ആയിരിക്കും ഈ സത്യം ഞാൻ മനസ്സിലാക്കുന്നത്, ക്യാമറ ഓൺ ആക്കിയില്ല എന്നുള്ളത്. അങ്ങനെ പിന്നെങ്കിൽ നമുക്ക് ബാക്കി കാണാം. ഞാനങ്ങനെ നമ്മുടെ ഇടിയപ്പം പീച്ചി എല്ലാം ഇടയിൽ പാത്രത്തിലാക്കി നമ്മൾ കൊണ്ട് ആവിയേറാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ കുക്കർ തുറന്നു. അതിനകത്തിലോട്ട് ഞാൻ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും മാത്രമേ ഇടുന്നുള്ളൂ. പിന്നെ എരി കുറവാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം കേട്ടോ. ഇവിടെ പിന്നെ എരി വേണ്ടാത്തത് കൊണ്ട് ഞാൻ കുരുമുളക് പൊടി ചേർത്തിട്ടില്ല, 3 പച്ചമുളക് ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനത് ഇളക്കി ഒരു ശകലം വെള്ളം കൂടി ഒഴിച്ച് ആ വെള്ളത്തിൽ കിടന്ന് വേവട്ടെന്ന് കരുതി. അപ്പോഴത്തേക്ക് നമുക്ക് തേങ്ങാപ്പാൽ പിഴിഞ്ഞുകൊണ്ട് വരണം കേട്ടോ. അപ്പോൾ തേങ്ങ നേരത്തെ തിരുമ്മി വെച്ചായിരുന്നല്ലോ. അപ്പോൾ ഇടിയപ്പത്തിന് മാത്രമേ ഇച്ചിരി തേങ്ങ വെച്ചുള്ളൂ. കുഴക്കട്ടയ്ക്ക് പിന്നെ നമുക്ക് തിരുമണം കേട്ടോ. അങ്ങനെ ഞാൻ ബാക്കി തേങ്ങ എടുത്ത് പിഴിഞ്ഞ് അതിൻ്റെ പാലും എടുത്ത് അതാണേ കൊണ്ട് ഒഴിച്ചത് കേട്ടോ. അത് ഒഴിക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പം ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്തൊക്കെ ഞാൻ എല്ലാ കറികൾക്കും ഇങ്ങനെ തേങ്ങാപ്പാലൊക്കെ ഒഴിക്കുമ്പോൾ ചേച്ചി ചോദിക്കുമായിരുന്നു, നിങ്ങളുടെ നാട്ടിൽ ഇതിന് മാത്രം തേങ്ങയുണ്ടോ എന്ന് വെച്ചാൽ ഞങ്ങൾ ഒരുപാട് എരി ഇല്ലാതെ കറികളൊക്കെ വെക്കുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. മുട്ടക്കറിക്കകത്തിലും ചില സമയത്ത് തേങ്ങാപ്പാൽ ഒഴിക്കും. അങ്ങനെ ചിക്കൻ കറിക്കകത്തിൽ സ്റ്റൂവിലൊക്കെ ഒഴിക്കുമല്ലോ. അങ്ങനെ അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിക്കുന്നതിന് ചേച്ചി അന്ന് എന്നോട് ഇങ്ങനെ ചോദിക്കുമായിരുന്നു. അതിനൊരു ടേസ്റ്റ് അല്ലേ, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. രേഹമ്മയ്ക്ക് പിന്നെ പാചകത്തിൻ്റെ കാര്യത്തിൽ അമ്മയെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. അമ്മ ഉണ്ടാക്കുന്ന എല്ലാം അതുപോലെ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പം അതിൻ്റെ ഒരു കൈപ്പുണ്യം എനിക്കും കിട്ടുമല്ലോ. എൻ്റെ ശ്രീമോൻ ഉണർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൻ ഉറങ്ങിയ സമയത്താണ് ഞാൻ വോയിസ് ഇടാൻ വേണ്ടി നിന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഒന്നും നടക്കത്തില്ല, അമ്മയെന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമേ കേൾക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മളാണെങ്കിൽ കുഴക്കട്ടയ്ക്കുള്ള ബാക്കി മാവുകൾ കുഴയ്ക്കുവാണ് കേട്ടോ. അതിൻ്റെ അകത്തിലോട്ട് തേങ്ങ ഇനിയും പഞ്ചസാരയും ഏലക്കയും കൂടി ഇട്ട് നല്ലതായിട്ട് കുഴച്ചിട്ട് അത് ഇതിൻ്റെ അകത്തി വെച്ച് ഉരുട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. എളുപ്പമുള്ള കാര്യമാണല്ലോ, പക്ഷേ ചെയ്യാൻ മെനക്കേടാണ്, ഒരു മടി. അതുകൊണ്ടാണ് ഇതുവരെ ചെയ്യാഞ്ഞത്. കഴിഞ്ഞ ദിവസം നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ വാങ്ങിച്ചോണ്ട് വെച്ചതായിരുന്നു. ഇടയ്ക്കെല്ലാം ഓർക്കും വൈകുന്നേരം ആകുമ്പോൾ കാശ് വരുമ്പോഴത്തേക്ക് ഉണ്ടാക്കണം. അപ്പോൾ ശ്രീമോനെ സമ്മതിക്കാതൊക്കെ വരുമ്പോഴത്തേക്ക് പിന്നെ നമുക്ക് ചെയ്യാൻ തോന്നത്തില്ല. ഇപ്പം രാവിലെ അങ്ങ് എന്തായാലും മെനക്കെട്ട് ഇറങ്ങിയത് കൊണ്ട് അങ്ങ് ചെയ്തതാണ്. അല്ലെങ്കിൽ ഇന്ന് ഇത് ചെയ്യത്തില്ല, അങ്ങനെ ഇരുന്ന് പോയേനെയായിരുന്നു. അപ്പം ലേഹമ്മയുടെ കൈപ്പുണ്യത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ. മാസങ്ങളായി അമ്മയുടെ കൈ കൊണ്ട് വല്ലതൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ട്. അതിൻ്റെ ഒരു മിസ്സിങ് ഉണ്ട് എനിക്ക്. പിന്നെ ആകെയുള്ളത് ഞായറാഴ്ച ഉണ്ടാക്കി പോകുമ്പം അമ്മയുടെയും ചേച്ചിയുടെയും വകയായിട്ടുള്ള ഫുഡുകൾ കഴിക്കുമ്പോഴാണ്. നമ്മൾ തന്നെ ഉണ്ടാക്കി നമ്മൾ കഴിക്കുമ്പം നമുക്കൊരു ഇത് തോന്നത്തില്ല, കഴിക്കാനും ചില സമയത്ത് തോന്നത്തില്ല കേട്ടോ. ചില സാധനങ്ങളൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കി കഴിയുമ്പോൾ പിന്നെ അതിൻ്റെ മണമൊക്കെ അടിച്ച് എല്ലാം കണ്ടൊക്കെ കഴിയുമ്പോൾ കഴിക്കാൻ തോന്നത്തില്ല. അങ്ങനെയാണ്. പിന്നെ ഞായറാഴ്ച ചേച്ചി രാവിലെ കാപ്പിയൊക്കെ റെഡിയാക്കി വെക്കും. അപ്പോൾ ചേച്ചി ഉണ്ടാക്കുന്നത് അമ്മ ഉണ്ടാക്കുന്നത് കഴിക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ലെങ്കിലും ലേഹമ്മ ഉണ്ടാക്കുന്നതൊക്കെ കഴിക്കാനൊരു ആഗ്രഹമുണ്ട്. ഇനിയിപ്പോൾ അമ്മ വരുമ്പോഴേ അത് നടക്കത്തുള്ളൂ. അതൊക്കെ പോട്ടെ. അങ്ങനെ നമ്മുടെ കുഴക്കട്ട ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുവാണേ. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കുഞ്ഞു മോൻ വന്നെൻ്റെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. കുഞ്ഞു കൈ കണ്ടോ ശ്രീമോൻ്റെ. അപ്പോൾ ഞാൻ അവന് കുളിക്കാനുള്ള വെള്ളം അങ്ങ് വെച്ചിട്ട് അവനെ എടുക്കാമെന്ന് കരുതി. അപ്പോൾ കുളിപ്പിച്ചും കഴിഞ്ഞ് അവന് മരുന്നും കൊടുക്കണം. ലൂസ് മോഷൻ ആയിരുന്നു പറഞ്ഞല്ലോ, അതിൻ്റെ മരുന്ന് രാവിലെ മാത്രമേ ഉള്ളൂ, അത് കൊടുക്കണം. അതുകൊണ്ട് കുളിപ്പിക്കുന്നതിന് മുമ്പ് കൊടുത്തിട്ടും കുളിപ്പിക്കാൻ നേരം ദേഹത്തെല്ലാം വീഴ്ത്തി കഴിഞ്ഞാൽ പിന്നെ ഒട്ടുമൊക്കെ ചെയ്യും. അതുകൊണ്ട് പിന്നെ ഞാൻ അത് ചെയ്യട്ട് മോനെ തറയിൽ നിൽക്കുമെന്നൊക്കെ അവൻ്റെ അടുത്ത് ചോദിച്ചാൽ അവൻ എവിടെ കണ്ട് നിൽക്കാനാണ്, അവൻ്റെ കയ്യിലോട്ട് വന്നതല്ലേ. അപ്പം ഞാനാണെങ്കിൽ ഇതിലൊന്ന് ഈച്ചയൊക്കെ വന്നിരിക്കാതിരിക്കാൻ വേണ്ടി അടപ്പ് വെച്ചങ്ങ് അടയ്ക്കുന്നുണ്ട് കേട്ടോ. അത്രയും കൂടെ എല്ലാം ഉള്ളൂ. അതുകൊണ്ടാണ് തേങ്ങ അതിൽ തന്നെ ഇട്ടങ്ങ് അടച്ച് വെച്ചത്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇടിയപ്പം റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടന് ഫുഡ് കൊടുത്തിട്ട് ഇവനെ കുളിപ്പിക്കാൻ നിൽക്കാമെന്ന് കരുതി. അല്ലെന്നുണ്ടെങ്കിൽ നടക്കത്തില്ല, താമസിക്കും ഒരുപാട്. ഏട്ടന് റെഡി ആയിട്ട് പോകണമല്ലോ. നമ്മുടെ വെജിറ്റബിൾ സ്റ്റൂ നല്ലതായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല കൊഴുപ്പും നല്ല ഇതായിട്ട് ഇരിക്കുമായിരുന്നു. നല്ലതായിരുന്നു കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഉണ്ടാക്കിയത്. ചില ദിവസങ്ങളിലൊക്കെ നമ്മൾ ധൃതി പിടിച്ചുണ്ടാക്കുമ്പോൾ ചിലപ്പോൾ ശരിയാകത്തില്ല. ഇന്നത്തെ പക്ഷേ നല്ലതായിട്ട് ഒത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഏട്ടനുള്ള ഫുഡാണ് എടുക്കുന്നത്. കാശിയോട് ഞാൻ എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു. ഇത് കൊണ്ട് അവിടെ ഏട്ടന് വെച്ചേക്കുന്ന കാണുമ്പോൾ എന്നോട് പറയും, അമ്മേ എനിക്ക് എടുക്ക് എന്ന് പറയും. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്നതിന് മുമ്പ് അവനോട് ചോദിക്കും, മോനെ എടുക്കട്ടെ, ഇപ്പോൾ വിശപ്പില്ല, നമ്മൾ കഴിക്കുന്ന കാണുന്ന ഉടനെ അവന് വേണം. അങ്ങനെ അവൻ്റെ കാര്യം. ഞാൻ കഴിക്കുന്നിടത്തുനിന്ന് എഴുന്നേറ്റ് പോയി എത്രയോ വട്ടം സാധനങ്ങൾ എടുത്ത് കൊടുത്തിട്ടുണ്ടെന്ന് പറയും.
സ്പീഡിൽ പറയുമ്പോൾ നാക്ക് കുഴയുന്നു കേട്ടോ. കുഴയുന്നല്ല, ഉടക്കുന്നു. അതുകൊണ്ടാണ് ഇടയ്ക്ക് അങ്ങനെയൊക്കെ വരുന്നത് കേട്ടോ. അത് ഞാൻ കട്ട് ചെയ്തിട്ട് പിന്നെയും സംസാരിക്കുന്നത്. അങ്ങനെ ഏട്ടന് കഴിക്കാനുള്ളത് കൊണ്ടുവച്ച് ഞാൻ, എന്നിട്ട് ഞാൻ ശ്രീമോനെ കുളിപ്പിക്കാമെന്ന് കരുതി ചായ കുടിച്ച ഗ്ലാസ് അവിടെ തന്നെ വെച്ചേക്കുമായിരുന്നു കേട്ടോ. അത് എന്നും അങ്ങനെ തന്നെയാണ്, നമ്മൾ തന്നെ എടുത്തുകൊണ്ട് വെക്കണം. പിന്നെ കാശിയോട് വല്ലതും ഞാൻ പറയുന്നത് കേട്ടാൽ ചിലപ്പോൾ ഏട്ടനും കൊണ്ടുവെക്കും കേട്ടോ അടുക്കളയിൽ, അല്ലെന്നുണ്ടെങ്കിൽ അത് അവിടെ തന്നെ ഇരിക്കത്തതേ ഉള്ളൂ. അങ്ങനെ ഫുഡ് കൊണ്ടുവച്ചിട്ട് ഞാൻ പറയാം പോയി കഴിക്കുക, ചൂടോടെ കഴിക്കുന്നത് ഞാൻ 3-4 വട്ടം പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഏട്ടൻ പോയത്. ഫുഡ് കൊണ്ട് വെച്ചിട്ടും കറങ്ങി കറങ്ങി നിൽക്കുമായിരുന്നു കേട്ടോ. അത് കണ്ടപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞില്ലേ കാശിക്കും വേണമെന്ന് പറഞ്ഞ് കാശിക്കും എടുത്തുകൊണ്ട് കൊടുത്തു. ഏട്ടൻ കഴിക്കുന്ന കണ്ടപ്പോഴത്തേക്ക് ശ്രീമോനും കയറിപ്പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ അവനെ കുളിപ്പിക്കട്ടെ മരുന്ന് കൊടുത്തിട്ടെന്നും പറഞ്ഞ് അവൻ്റെ ഉടുപ്പ് അങ്ങ് ഊരുവാണേ. അപ്പോൾ കാശി TV കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് നേരെ അങ്ങ് ഹാളിലോട്ട് പോയത്. ഒരു ദിവസം അവധി ഉണ്ടെങ്കിൽ അന്നത്തെ ദിവസം ഫുൾ ഇങ്ങനെ കാർട്ടൂണും കണ്ടുകൊണ്ടിരിക്കും. ട്യൂഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് കുറച്ച് സമയം അവന് അവിടെ പോയിരുന്ന് പഠിക്കുന്നത്. വീട്ടിൽ ഇരുന്ന് പഠിപ്പൊന്നുമില്ല. എൻ്റെ ശ്രീമോനാണെങ്കിൽ മരുന്ന് കൊടുക്കുന്നതിൻ്റെ ബഹളമാണ് കേട്ടോ. വാ തുറക്കത്തില്ല. ഞാൻ കുറേശ്ശെ ഒഴിച്ച് വായിലോട്ട് കൊടുക്കുവാണേ. തുപ്പി കൊടുക്കും. ഈ കാശിക്ക് പനിയായിരുന്ന സമയത്താണെങ്കിൽ കാശിക്ക് മരുന്ന് കൊടുക്കും, വാ തുറന്ന് നിൽക്കുമായിരുന്നു. വേണമെന്നും പറഞ്ഞ് കരയുകയും ചെയ്യുമായിരുന്നു. അവന് വയ്യാതെ വന്നപ്പോൾ മരുന്ന് കൊടുത്തപ്പോൾ അവന് മരുന്ന് വേണ്ട, കാശിയുടെ മരുന്ന് വേണമെന്നും പറഞ്ഞായിരുന്നേ ബഹളം. അങ്ങനെ ഞാൻ വേഗം തന്നെ പോയി കാശിയല്ല ശ്രീമോനെ കുളിപ്പിച്ച് ഉടുപ്പൊക്കെ ഇടിയിച്ച് കൊണ്ട് നിർത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെ കൊണ്ട് നിർത്തിയിട്ട് ഞാൻ ബാക്കി കുഴക്കട്ടൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതാണ്. അപ്പോൾ പിന്നെ എൻ്റെ പുറകെ അവനിങ്ങി വരും. അവനവിടെ നിൽക്കുന്നില്ല, എന്തോ പറ്റിയെന്നറിയാൻ വയ്യ. ഉറങ്ങിയാലേ ഇനി ശരിയാവത്തുള്ളൂ. ഇനിയിപ്പോൾ ഉടനെ ഒന്ന് ഉറങ്ങുമെന്നും എനിക്കറിയാൻ വയ്യ. കാശി ഉള്ളതുകൊണ്ട് ഈ TV യുടെ സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ കുഞ്ഞ് ഉറങ്ങത്തില്ല കേട്ടോ. ഞാൻ കരുതി ഇനി എന്തുവായാലും കുഴക്കട്ടയുള്ള എല്ലാം റെഡിയാക്കിയിട്ട് ശ്രീമോനെ എടുക്കുന്നുള്ളെന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാം ഞാൻ ഉരുട്ടി വെച്ച് കഴിഞ്ഞ് കൊണ്ട് ഇഡലി പാത്രത്തിൽ വെക്കുവാണ്. അപ്പോൾ ഓണാക്കിയിട്ടുണ്ടായിരുന്നു. ഇടിയപ്പം എല്ലാം അതിൽ നിന്ന് മാറ്റിയിട്ട് ഈ കുഴക്കട്ട മാത്രം പറക്കി വെക്കുക കേട്ടോ. അതിനി അവിടെ ഇരുന്ന് അങ്ങ് ആയിക്കോളും. തീ കുറച്ച് വെച്ചിട്ട് ഞാനങ്ങ് പോകും കേട്ടോ ബാക്കി ജോലി നോക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ ഞാൻ വന്ന് TVയും കണ്ടുകൊണ്ട് ഒന്ന് എഡിറ്റ് ചെയ്യുമോ എന്തെങ്കിലും ചെയ്യാമെന്നും കരുതി വന്നിരുന്നതാണ് കേട്ടോ. അതൊന്നും നടക്കത്തില്ല. ശ്രീമോന് പാല് കൊടുക്കുകയോ അവനെ ഒന്ന് ഉറങ്ങുന്നെങ്കിൽ ഉറങ്ങട്ടെന്ന് വിചാരിച്ചു. പക്ഷേ അവനൊന്നും ഉറങ്ങത്തില്ല. അപ്പോൾ 31-ാം തീയതി ആയതുകൊണ്ട് ലോക വന്നിട്ടുണ്ട് നമ്മുടെ ഹോട്ട്സ്റ്റാറിൽ. അപ്പോൾ അത് രാവിലെ തന്നെ അങ്ങ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കാശി ചോദിച്ചിരിക്കുമായിരുന്നു എന്നാ വരുന്നതെന്ന്. നമ്മൾ തിയേറ്ററിൽ പോയി കണ്ടതാണ്, എങ്കിലും അവനൊന്ന് കാണാൻ വേണ്ടിയിട്ട് അവൻ ആ സിനിമ ഇട്ട് കേട്ടോ. രാവിലെ ഞാൻ വന്നിരുന്നപ്പോഴേ ഞാൻ ഏതെങ്കിലും സീരിയൽ ഇടറാ, ബിഗ് ബോസ് ഇടറാ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഈ സിനിമ വന്നെന്നും പറഞ്ഞുകൊണ്ട് അതിട്ടു. അതാകുമ്പോൾ അവനും കൂടെ കാണാമല്ലോ. അതിന് വേണ്ടിയിട്ട് ഈ മുടി പിന്നിട്ടിട്ട് പോലും എനിക്ക് ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. അതാണ് ഞാൻ അഴിച്ചങ്ങ് മേളിൽ കെട്ടി വെച്ചിരിക്കുന്നത്. ഇങ്ങനെ കെട്ടി വെച്ചാലേ എനിക്കൊരു സമാധാനം വരത്തുള്ളൂ. വേറെ എവിടെയെങ്കിലും പോകുമ്പോഴായാലും ഇങ്ങനെ കെട്ടിക്കൊണ്ട് ഞാൻ പോകും. പിന്നെ അങ്ങനെ കെട്ടിക്കൊണ്ട് പോകാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ ഞാൻ പിന്നെ അഴിച്ചിടുകയോ ചെയ്യുന്നത്. കൂടുതലും എനിക്കിഷ്ടം ഇങ്ങനെ പൊക്കി കെട്ടുന്നതാണ്. ചൂടും എടുക്കത്തില്ല, ശ്രീമോൻ വലിച്ച് പറിക്കത്തതുമില്ല, ജടക്കും ആവത്തില്ല. ആ ഒരു ഇതിൽ ഞാൻ അങ്ങനെയൊക്കെ കെട്ടിക്കൊണ്ടങ്ങ് പോകും കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ ശ്രീമോൻ അവിടെ നിർത്തി തന്നെ തൂത്തങ്ങ് വരാമെന്ന് കരുതി. അല്ലെന്നുണ്ടെങ്കിൽ അവൻ ഉറങ്ങിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പല കാര്യങ്ങളുണ്ട് അവൻ ഉറങ്ങിക്കഴിഞ്ഞ് ചെയ്യാനുള്ളത് കേട്ടോ. അതുകൊണ്ട് അവനെ നിർത്തിക്കൊണ്ട് ഞാനങ്ങ് തൂത്ത് വരുവാണേ. അപ്പോൾ എൻ്റെ പുറകെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. ഈ തൂത്ത് കൂട്ടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ അടുത്തിൽ എന്തെങ്കിലുമൊക്കെ കാണും, അതൊക്കെ പറക്കി എടുക്കും. അതിന് ഞാൻ പിടിച്ചു മാറ്റി നിർത്തിയാണ്. കാശിയാണെങ്കിൽ അവൻ്റെ പുറകെ നടക്കും, അവനെ ഇങ്ങനെ ചൊറിഞ്ഞിരിച്ച് അവനെ കരയിപ്പിക്കാനൊക്കെ ഉണ്ട്. അങ്ങനെ കൊടുക്കുന്ന ഫുഡെല്ലാം അവിടെ ഇവിടെ എല്ലാം ശ്രീമോൻ കൊണ്ടിടും. എന്നിട്ട് അത് അങ്ങ് ചവിട്ടി അപ്പിച്ച് വെക്കും. അപ്പോൾ പിന്നെ തൂത്താലും പോകത്തില്ല. അതാണ് ഞാൻ കൈകൊണ്ടെടുത്ത് കളഞ്ഞത്. അങ്ങനെ സിറ്റോട്ട് തൂക്കാൻ വേണ്ടി ഇറങ്ങിയോണ്ട് എന്നെക്കാട്ടി മുന്നിൽ കാശി ശ്രീമോനും കൂടെ ഓടുന്നു. അങ്ങനെ കാശിയെ മാറ്റിയിട്ട് ശ്രീമോനെ മാറ്റിയിട്ട് കാശി അങ്ങ് അടച്ചേ. എന്നിട്ട് എന്നോട് കയറി എന്നവൻ പറഞ്ഞത് ഇതുകൊണ്ട് ശ്രീമോനെ അടച്ചേന്ന് എന്നോട് പറയുന്നത്. ഇപ്പോൾ വീഡിയോ ഇങ്ങനെ ഓണായിരിക്കുന്നത് അവൻ കണ്ടില്ലെന്ന് തോന്നുന്നു കേട്ടോ. വീഡിയോ നോക്കിയോണ്ടേ കാശിയാണ് വന്ന് കഥ അടയ്ക്കുന്നത്. എന്നോട് പറഞ്ഞത് ശ്രീമോനെ അടച്ചതെന്ന്. അപ്പം ഇപ്പോൾ ഈ വീഡിയോ ഒക്കെ ഇങ്ങനെ ഓണാക്കി വെക്കുന്നതുകൊണ്ട് സത്യാവസ്ഥ ശരിക്കും നമുക്ക് അറിയാൻ പറ്റും കേട്ടോ, എന്തൊക്കെ ഇവിടെ നടക്കുന്നതെന്നുള്ളത്. അങ്ങനെ പിന്നെ ഞാൻ തൂത്തെല്ലാം അങ്ങ് മാറ്റുവാണ്. ഡൈനിങ് ടേബിൾ തുടയ്ക്കണം. ഡൈനിങ് ടേബിളിലൊക്കെ ഇരുന്ന് ഏട്ടനെല്ലാം എടുക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ പൊടിയൊക്കെ ഉണ്ടായിരുന്നു. ഫുഡ് കഴിച്ചതിൻ്റെ ചെറുതായിട്ട് പൊടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനാണെങ്കിൽ ഇച്ചിരി ഡെറ്റോളും ഉണ്ട് അതിൻ്റെ അത് തളിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വന്നങ്ങ് തുടയ്ക്കാമെന്ന് കരുതി. അതുകൂടെയൊക്കെ തുടച്ച് മാറ്റുമ്പം തന്നെ ഹാളിനൊരു ചെറിയൊരു വ്യത്യാസമൊക്കെ വരും. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ എനിക്കൊരു സമാധാനമാണ് കേട്ടോ. ആരെങ്കിലും വന്ന് കയറിയാൽ എന്നെ ഒന്നും പറയത്തില്ലല്ലോ. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും എൻ്റെ പെരയ്ക്കകം ഇങ്ങനെ കിടന്നാലും എനിക്കങ്ങ് ഭയങ്കര വിഷമമാണ്. ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ എന്തോ വിചാരിക്കും, ഈ പെണ്ണിനൊരു വൃത്തിയില്ലല്ലോ, ഇങ്ങനെ ഇട്ടേക്കുവാണല്ലോ എന്നൊക്കെ ഓർക്കുമെന്നൊക്കെ ഞാൻ ഓർക്കും. എന്നെ കൊണ്ട് പറ്റുന്ന ദിവസങ്ങളിലെല്ലാം ഞാൻ വൃത്തിയാക്കിയിടും. എനിക്കൊന്ന് വയ്യാതെ വീണ് പോയാൽ മാത്രമേ ഉള്ളൂ എൻ്റെ വീടും പരിസരവും വൃത്തികേടായിട്ട് കിടക്കുന്നത് കേട്ടോ.
അതുകൊണ്ട് രാവിലെ തന്നെ ഞാൻ ജോലികളെല്ലാം ഒതുക്കും. പ്രത്യേകിച്ച് ആരും വരത്തില്ല, വല്ലപ്പോഴും ലാലിക്കൊച്ചനും വന്നാൽ വന്നു, അല്ലാതെ വേറെ ആരും വരാനില്ല ഇങ്ങോട്ട്. പിന്നെ അച്ഛനാണെങ്കിൽ ചിലപ്പോൾ പിള്ളേർക്കും എല്ലാം വയ്യാന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ ആണെങ്കിൽ വൈകിട്ട് വരും. അച്ഛനും ഇപ്പോൾ പഴയ പോലെ വണ്ടി ഓടിക്കാനൊന്നും വയ്യാത്തത് കൊണ്ട് അച്ഛൻ അങ്ങനെ പൊതുവെ ഇങ്ങോട്ട് വരാറില്ല. പിന്നെ ഇവിടെ നമ്മുടെ മണ്ടയിൽ ഷീറ്റൊക്കെ ഇടുന്ന സമയത്ത് അച്ഛൻ ഒരു ദിവസം വന്നായിരുന്നു. ഇതെല്ലാം ചെയ്തതിന് ശേഷം അച്ഛൻ വന്നതുമില്ല. അമ്മയും അച്ഛനും വരണമെന്നും പറഞ്ഞിരിക്കുന്നതേ ഉള്ളൂ. പക്ഷേ ഇതുവരെ അവരാരും വന്നില്ല കേട്ടോ. ഉടനെ വരുമായിരിക്കും. അപ്പം നമ്മൾ ബാക്കി ഞാൻ പാത്രങ്ങളൊക്കെ ഞാൻ കഴുകാൻ വന്നതാണ് കേട്ടോ. ഞാൻ പാത്രം തേച്ച് അങ്ങോട്ട് വെച്ചപ്പോൾ തന്നെ ശ്രീമോൻ വന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അവനെയും വെച്ചുകൊണ്ട് വേണം ബാക്കി കഴുകുക, അല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് കരയും കേട്ടോ. അവനങ്ങ് ഇപ്പം ഭയങ്കര നിർബന്ധം, അവൻ വിചാരിക്കുന്ന കാര്യം അന്നേരം നടക്കണം. അങ്ങനെ ഞാൻ അവനെ എടുത്ത് വെച്ചു. പിന്നെ എല്ലാം തേച്ച് വെച്ചേക്കുകൊണ്ട് പിന്നെ കഴുകി ഇങ്ങ് മാറ്റിയാൽ മതിയായിരുന്നല്ലോ. എൻ്റെ ദേഹത്തൊക്കെ വെള്ളവും വീണു. അവനെയും വെച്ചുകൊണ്ട് ഒരു കൈ കൊണ്ടല്ലേ ചെയ്യുന്നത്. പിന്നെ ഇപ്പം അതൊരു എക്സ്പീരിയൻസ് ആയി, എങ്കിൽ പോലും ഇടയ്ക്കൊക്കെ പാളും കേട്ടോ. ഈ കുരുട്ടിനെ ഒന്ന് ഉറക്കിയിട്ട് വേണം എൻ്റെ ബാക്കി ജോലികൾ ചെയ്യാൻ. തുണി കഴുകാനും മേളിൽ തുണി കിടക്കുന്നത് പറക്കാനും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവനെ ഉറക്കിയിട്ട് വേണം ഇതെല്ലാം ചെയ്യാൻ. അതുകൊണ്ട് ഉറങ്ങടാ എന്ന് അവൻ്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ, അവൻ ഉറങ്ങണ്ടേ. അങ്ങനെ പിന്നെ ഞാൻ പാത്രങ്ങളെല്ലാം കൊണ്ട് പറക്കി വെച്ചു. അത് കഴിഞ്ഞിട്ട് സ്ലാവെല്ലാം അങ്ങ് തൂത്തിടാമെന്ന് കരുതി, തൂത്തെല്ലാം നമ്മൾ തുടച്ചിടാമെന്ന് കരുതി. അതുള്ളത് കൊണ്ട് അങ്ങ് പിടിക്കുമ്പോൾ പെട്ടെന്ന് വെള്ളം ഇങ്ങ് പോരും കേട്ടോ. തുണി കൊണ്ട് തുടച്ചാലും അത്ര ഇതായിട്ട് പോകത്തില്ല. അതുകൊണ്ട് ഞാനിങ്ങനെ എല്ലാം തൂത്ത് ചെപ്പി എല്ലാം കളഞ്ഞ് ആ കയ്യിലിരിക്കുന്ന തുണി അവിടെ വിരിച്ചിട്ടാണ് ഇപ്പം ഞാൻ നമ്മുടെ സാധനങ്ങളെല്ലാം അവിടെ പറക്കി വെക്കുന്നത്. അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ ആ വെള്ളം മൊത്തം പിന്നെ അവിടെ എല്ലാം ആവും. അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്ന പുതിയ ഐഡിയ ഒക്കെയാണ് കേട്ടോ. അത് ഞാനായിട്ട് കണ്ടുപിടിച്ചതാണ്. എനിക്കങ്ങനെ തോന്നുമ്പോൾ ഞാൻ തോന്നുന്നതൊക്കെ കാണിക്കുകയും പല മാറ്റങ്ങൾ വരുത്തുകയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. അങ്ങനെയാണ് അടുക്കളകൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഓരോരോ വ്യത്യാസങ്ങളായിട്ട് ഇരിക്കുന്നത്. ഇനിയിപ്പോൾ പെയിൻ്റൊക്കെ അടിച്ചതിന് ശേഷം വേണം കുറച്ചും കൂടെയൊക്കെ മാറ്റങ്ങൾ വരുത്താനൊക്കെ ഉണ്ട്. പെയിൻ്റ് അടിക്കാൻ ഇതുവരെ മഴയൊക്കെ ആയതുകൊണ്ടാണ് ആൾ വരാതിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്നത് അതുകൂടെ കഴിഞ്ഞായിരുന്നെങ്കിൽ എൻ്റെ ജോലിയും കഴിഞ്ഞേനെ. ഞാനിതെല്ലാം കഴിഞ്ഞിട്ട് ഒതുക്കാമെന്ന് കരുതിയിരുന്നാൽ നടക്കത്തില്ല. ഓരോ ദിവസവും ഓരോരുത്തർ വന്ന് വീട് നോക്കിയിട്ട് പോവും, പെയിൻ്റ് അടിക്കുന്ന കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് അവരിനി അടുത്ത ബുധനാഴ്ച വരാമെന്നാണ് പറഞ്ഞേക്കുന്നത്. വന്നിട്ട് പറയാൻ വന്നു എന്ന്, അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ ശ്രീമോനെ പോയി കിടന്ന് ഉറക്കി. അതിൻ്റെ ഇടയ്ക്ക് ബിഗ് ബോസ് ലൈവ് കാണുമായിരുന്നു കേട്ടോ. അതാ ടാബ് അവിടെ ഇരിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് കുറച്ച് തുണി മടക്കി വെക്കാനുണ്ടായിരുന്നു. ഇതും കുറേ ദിവസം കൊണ്ട് ഞാൻ പെൻഡിങ് വെച്ചതാണ് കേട്ടോ. തുണി എവിടെയെങ്കിലും പോകാൻ നേരം വേഗം എടുക്കും. അങ്ങനെ എല്ലാം അവിടെ ഇവിടെ ആയിട്ട് എല്ലാം വാരി വലിച്ച് ഞാൻ വെച്ചേക്കുമായിരുന്നു. മടക്കി വെച്ചേക്കുന്നത് ഒരു വൃത്തിയില്ലായിരുന്നു. എല്ലാം ഇടയ്ക്കൊന്ന് വലിച്ച് എല്ലാം അങ്ങ് അലങ്കോലമായിട്ടിരിക്കുമായിരുന്നേ. അപ്പോൾ ഞാൻ ഓർത്ത് കോട്ട് സെറ്റും എല്ലാം സെറ്റായിട്ടുള്ളതെല്ലാം ഒരുമിച്ച് വെക്കുക. അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് തന്നെ പാട്. എവിടെയെങ്കിലും പോകാൻ നേരം ഞാൻ പാൻറ്റ് ഒരിടത്ത് തപ്പണം, ടോപ്പ് ഒരിടത്ത് തപ്പണം, അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ട് എല്ലാം ഒതുക്കി ഒരിടത്ത് വെക്കാമെന്നുള്ള ഒരു കണക്കൂട്ടലിലാണ് അലമാരി തുറക്കുന്നത്. അതുമല്ല ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ അലമാരിയുടെ താക്കോല് കാണാതെ പോയി. അതാണെങ്കിൽ താഴെ വീണതാണ്. അപ്പോൾ കാശിയോട് ഞാൻ പറഞ്ഞു, മോനെ താഴെ വീണിട്ടുണ്ട് എടുത്ത് താടാന്ന് പറഞ്ഞ്. അന്നേരം ഞാൻ പറഞ്ഞു, അവൻ നോക്കിയിട്ടൊന്നും കണ്ടില്ല. അങ്ങനെ ഇന്നലെ ആണെങ്കിൽ ഞാൻ കട്ടിലെല്ലാം നീക്കി വെച്ചില്ല. നോക്കിയപ്പോൾ കട്ടിലിൻ്റെ കീഴിലുമില്ല. ഞാൻ ഓർത്ത് ഇനി എവിടെ പോയി, എന്തോ അതിന് തുറക്കാൻ പറ്റത്തില്ലയോ എന്നൊക്കെ ഓർത്ത് അവിടെ ഇരുന്ന് ടോർച്ച് അടിച്ചപ്പം ആ അലമാരിയുടെ അത് കീഴിലോട്ട് തന്നെ തെറിച്ച് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ എൻ്റെ അലമാരിയെല്ലാം തുറന്ന് അതിൽ നിന്ന് എൻ്റെ തുണികളെല്ലാം എടുത്ത് വെക്കുവാണ്. എവിടെയെങ്കിലും പോകുമ്പം ഇടുന്ന ഡ്രസ്സുകളാണ് അലമാരിയിലിട്ട് പൂട്ടി വെച്ചേക്കുന്നത് സ്വർണ്ണം പിടിപ്പിച്ചത് കൊണ്ടൊന്നും അല്ല. ഞാനാണെങ്കിൽ എന്തിനാവശ്യമില്ലാതെ തുറക്കണ്ടല്ലോ, അതൊന്നും എപ്പോഴൊന്നും എടുക്കുന്ന തുണികളല്ല. അതുകൊണ്ട് ഞാനങ്ങ് പൂട്ടി വെച്ചേക്കുന്നത്. തുറന്ന് മലത്തി ഇടണ്ടല്ലോ എന്നും കരുതി അങ്ങ് പൂട്ടി വെച്ചേക്കുന്നത്. അല്ലാതെ ഈ അലമാരിക്ക് ഇതിലൊരു നിധി കുംഭവും ഇല്ല കേട്ടോ. ഞാനാണെങ്കിൽ അങ്ങ് പൂട്ടിയിട്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അങ്ങനെ പിന്നെ ഞാൻ തുണികളെല്ലാം ഓരോന്നായിട്ട് മടക്കി എല്ലാം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് എൻ്റെ അലമാരി. അപ്പം ഏട്ടൻ ഇത് കണ്ടാൽ പറയും, നീ ഒരു കട തുടങ്ങ്, അതിനുള്ള തുണിയുണ്ടെന്ന്. എപ്പോൾ തുണി മടക്കി വെച്ചേക്കുന്ന കണ്ടാലും പറയും കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ മേളിലോട്ട് വന്ന് കുറച്ച് തുണി വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതങ്ങ് കഴുകാമെന്ന് കരുതി. ഇപ്പോൾ നമുക്ക് തുണി വിരിക്കാൻ ഒരുപാട് സ്ഥലമുണ്ട്. മേളിൽ ഇത് ചെയ്തേക്കുന്നതുകൊണ്ട് കേട്ടോ, റൂഫ് ചെയ്തേക്കുന്നത് കൊണ്ട്. അപ്പോൾ കുറച്ച് തുണിയാണെങ്കിൽ കഴിഞ്ഞ ദിവസം മഴ പെയ്തപ്പോൾ ചെറിയ നനവുണ്ടായിരുന്നു. അങ്ങനെ ആ തുണി ഞാൻ മേളിൽ നിന്ന് എടുത്ത് താഴെ ഇവിടെ കൊണ്ടിട്ടതാണ് കേട്ടോ. അതെല്ലാം ഞാനങ്ങ് മടക്കി വെച്ചേക്കാമെന്ന് കരുതി. കാശിയുടെ എല്ലാം തുണി ഞാൻ ഇവിടെ കബോർഡിൽ തന്നെ എല്ലാം മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആവശ്യമുള്ളതും ട്യൂഷന് കൊണ്ടുപോകാനുള്ളതും ഒക്കെ മാത്രമേ താഴോട്ട് കൊണ്ടുപോയിട്ടുള്ളൂ. എല്ലാം കൂടെ എന്തിനാണ് താഴെ കൊണ്ടിട്ട് വലിച്ചു വാരുന്നതെന്നും പറഞ്ഞുകൊണ്ടാണ്. മുടിയാണെങ്കിൽ അങ്ങ് അഴിഞ്ഞഴിഞ്ഞ് പോവുകയാണ് കേട്ടോ. ഞാൻ ഇടയ്ക്ക് ശ്രീമോനെ പാൽ കൊടുക്കാൻ വേണ്ടി പോയി എടുക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് മുടി അങ്ങ് ഉഴപ്പുന്നതാണ്. പിന്നെ അതങ്ങ് ലൂസാവും. അതാണ് ഞാനിപ്പോൾ 2-3 വട്ടം മുടി അഴിച്ച് കെട്ടിയത്. അതുപോലെ എനിക്കങ്ങ് ചൂട് കൊടുക്കും. അയഞ്ഞ് കിടന്നാലേ എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ. എനിക്കത് നല്ലതായിട്ട് മുറുകിയിരിക്കണം. അങ്ങനെ പിന്നെ ഞാൻ മുടിയൊക്കെ കെട്ടി ബാക്കി തുണികളെല്ലാം മടക്കി അതാത് സ്ഥാനത്ത് കൊണ്ട് വെച്ചു. പിന്നെ എൻ്റെ ഒരു ടോപ്പ് ഉണ്ടായിരുന്നു, അത് റൂമിൽ കബോർഡിലും കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ തുണിമടക്കെല്ലാം ഏകദേശം കഴിഞ്ഞു. ഇനിയിപ്പോൾ മേളിയും തുണി പറക്കി കഴിയുമ്പോൾ അതുണ്ട് കേട്ടോ. അപ്പം ഞാൻ
ഇങ്ങോട്ട് വന്നത് എൻ്റെ തയ്യൽ മെഷീൻ എന്തുവായെന്നൊന്ന് നോക്കാൻ വേണ്ടിയാണ്. കുറേ നാളായി ഞാൻ ഉപയോഗിച്ചിട്ട്. അപ്പോൾ ഇപ്പം ഞാനൊരു തയ്യലിൻ്റെ ചെറിയൊരു ഓൺലൈൻ ക്ലാസ്സിൽ ചേർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് മെഷീൻ റെഡി ആകുന്നുണ്ടെങ്കിൽ മാത്രമേ അവർ പറയുന്ന പോലെയൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇച്ചിരി ഓയിലൊക്കെ ഇട്ട് കൊടുക്കുവാണ്. റെഡി ആയോ ഇല്ലയോ നോക്കണം അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാനൊന്ന് ചവിട്ടി നോക്കിയപ്പോൾ കുഴപ്പമില്ലാതെ തോന്നി. മോട്ടർ വെച്ചേക്കുന്നത് കൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ ഞാൻ എല്ലാം ഒന്ന് കറക്കിയൊക്കെ നോക്കുവാണ്. ഇനി പെട്ടെന്ന് എപ്പോഴേലും ഞാൻ വന്നൊന്ന് നോക്കണമെങ്കിൽ പാടല്ലേ. അപ്പോൾ നോക്കിയപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഓയിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഏട്ടനുള്ളപ്പോൾ ഒരു ദിവസം കയറി വന്ന് ഒരു തുണി എടുത്ത് വെച്ചൊന്ന് തയ്ച്ച് നോക്കണമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ പോകുന്നിടത്തെല്ലാം ടാബുണ്ട് കേട്ടോ. ലൈവ് നടക്കുവാണ് ബിഗ് ബോസ്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. രാത്രി ചിലപ്പോൾ എനിക്ക് കാണാൻ പറ്റത്തില്ല. 9:30 തുടങ്ങുമ്പോഴേ ചിലപ്പോൾ ഏട്ടനുള്ളപ്പോൾ ഏട്ടൻ പറയുന്നത് മാറ്റുന്നെന്ന് പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ സ്പോർട്സ് ഇടുവോ അല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ചാനൽ ഇടുകയോ ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ലൈവ് കാണുന്നത്. അത് ഞാൻ മേലോട്ട് കയറി വന്നു. മേളിൽ നിന്ന് തുണിയെല്ലാം പറക്കാൻ വേണ്ടിയിട്ട്. തുണിയെല്ലാം പറക്കിയായിട്ട് വേണം നമുക്കിനി അടുത്ത തുണി കഴുകി ഇട്ടിട്ടുണ്ടല്ലോ അത് വിരിക്കാൻ. ഇതിന് മാത്രം തുണി ഉണ്ടോ എന്ന് വിചാരിക്കും അല്ലേ. ഒത്തിരി തുണിയുണ്ട്. നമുക്ക് ഒരുപാടുള്ളത് കൊണ്ട് ഒരെണ്ണം കഴുകാൻ കിടക്കുവാണെങ്കിൽ അടുത്ത് നമ്മൾ എടുത്തിടും. അല്ലാതെ കഴുകാൻ വെച്ച് താമസിപ്പിക്കുകയും ചെയ്യും. പിന്നെ ഈ പണി നടക്കുന്നതുകൊണ്ട് ഞാൻ അധികം ഡെയിലി കഴുകത്തും എടുക്കത്തൊന്നും ഇല്ലായിരുന്നു. എപ്പോഴും കയറി വരുകയും വിരിക്കാനും ഒക്കെ പാടായതുകൊണ്ട് അങ്ങനെ പണിയെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഒരുവിധം ഈ തുണികളെല്ലാം കഴുകി ഒതുക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇപ്പം നമ്മൾ മേളിൽ നിന്ന് വർക്കിക്കൊണ്ട് വന്ന തുണികളെല്ലാം ആണ് ഇത്. അതെല്ലാം ഞാൻ ഇനി മടക്കി അതാത് സ്ഥാനത്ത് വെക്കണം. ഇതിനകത്ത് താഴെ കൊണ്ടുപോകാൻ കാശിയുടെ യൂണിഫോം എന്തോ മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഇവിടെ തന്നെ വെക്കേണ്ട തുണികളാണ് കേട്ടോ. അപ്പോൾ ഇനി ഇപ്പോൾ പെയിൻ്റ് അടിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ താഴെ പെയിൻ്റ് അടിക്കുമ്പോൾ മേളിലായിരിക്കുമല്ലോ നമ്മൾ നിൽക്കുന്നത്. ആ സമയത്ത് നമുക്ക് താഴോട്ട് മേളോട്ട് പോകണ്ടല്ലോ. എല്ലായിടത്തും കുറേശ്ശെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് മതിയല്ലോ, ആവശ്യം പോലെ ഉണ്ടല്ലോ. അതുകൊണ്ട് പിന്നെ ഞാൻ തുണികളും ബെഡ്ഷീറ്റുകളും എല്ലാം ഞാൻ മടക്കി അങ്ങ് വെക്കുവാണ് കേട്ടോ. ഇതൊക്കെ മടക്കി വെച്ച് കഴിയുമ്പോൾ തന്നെ എൻ്റെ പകുതി ജോലി കഴിഞ്ഞു. പിന്നെ ഇനി എനിക്കൊന്നുമില്ല. അപ്പം എൻ്റെ റൂമുകളെല്ലാം ഇപ്പോൾ നല്ല നീറ്റായിട്ട് കിടക്കുവാണ്. പിന്നെ അവർ വന്നു കഴിയുമ്പോഴത്തേക്കെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം നമ്മൾ മാറ്റണം. പിന്നെ കബോർഡിൻ്റെ അകത്തൊന്നും പെയിൻറ്റ് അടിക്കുന്നില്ലാത്തതുകൊണ്ട് പ്രശ്നമില്ല. അങ്ങനെ പിന്നെ ഞാൻ എൻ്റെ മേളത്തും താഴത്തും ജോലിയെല്ലാം ഒതുക്കി ഞാൻ താഴോട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. എൻ്റെ ശ്രീമോ നല്ല ഉറക്കമാണ്. ഇനിയിപ്പോൾ അവൻ്റെ കുറച്ച് സമയം എനിക്കൂടെ കിടന്ന് ഉറങ്ങണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. ടാറ്റാ, ബൈ ബൈ, സീ യു.